പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGSൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നേ പിന്നെ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് അടിയിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത്ര റാങ്കാണ്, എനിക്കെപ്പോൾ നിയമനം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് നിയമനം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി പേര് അവരുടെ സംശയങ്ങളും അവരുടെ ആകാംക്ഷയും എല്ലാം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എങ്കിലും എല്ലാവർക്കും കൂടി മൊത്തത്തിലൊരു സംശയത്തിൻ്റെയൊക്കെ ഒരു നിവാരണം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ചെയ്യുകയാണ്. കഴിഞ്ഞ എറണാകുളം റാങ്ക് ലിസ്റ്റിൽ നിന്നും LGS റാങ്ക് ലിസ്റ്റിൽ നിന്നും എത്ര പേര് കയറിയിട്ടുണ്ട്, എത്ര കാറ്റഗറീസ്, എത്ര റാങ്ക് കയറിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ LGS എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ബേസിക്കായിട്ടുള്ള ഒരു ജോലിയാണ് LGS. 2025 ജൂലൈ 18 വന്നേക്കുന്ന LGS ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ 789 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കാറ്റഗറി വൈസ് ചെയ്ത് ഞാൻ പറയാം. ഇഴവ, തീയ, ബില്ലവ ഇവർ 3 പേർക്കും കൂടിയും 141 പേരെയാണ് സപ്ലിമെൻ്ററിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷെഡ്യൂൾ കാസ്റ്റിന് 106 പേരെ, ഷെഡ്യൂൾ ട്രൈബിൽ 106 പേരെ തന്നെ, മുസ്ലിമിന് 131 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. LC ഓർ AI ആംഗ്ലോ ഇന്ത്യൻ അതിൽ ആ കാറ്റഗറിയിൽ 51 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. OBC കാറ്റഗറിയിൽ 74 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വകർമ്മ 26, SIUC നാടാർ 26, SCC അതായത് ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി അതിൽ നിന്നും 27 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ധീവര 27 പേര്, ഹിന്ദു നാടാർ 13, EWS 78, ഡിഫറെൻ്റ് ഏബിൾ കാറ്റഗറീസ് അതായത് BL ബ്ലൈൻഡ് ലോ വിഷൻ 8 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ഇൻക്ലൂഡിങ് CP, LC, DW, AAV അതിൽ നിന്നും 7 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഹിയറിങ് 7 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയിൽ നിന്നും 16 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റിൽ 789 പേരാണ്. അതായത് മെയിൻ ലിസ്റ്റിൽ കയറിയിരിക്കുന്നത് 789 റാങ്ക് വരെ കയറിയിട്ടുണ്ട്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഇപ്പോൾ പറഞ്ഞ ഓരോ കാറ്റഗറിയും വെച്ച് ടോട്ടൽ 806 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ലിസ്റ്റ് ഓഫ് DA കാറ്റഗറി ഡിഫറെൻ്റ് ഏബിൾ കാറ്റഗറിയിൽ 38 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1631 പേരെയാണ് ഈ തവണത്തെ LGS ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് സംവരണ വിഭാഗങ്ങൾക്കും ഓപ്പൺ കാറ്റഗറിക്കും എത്ര ശതമാനം വരെ വീതിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഓപ്പൺ കാറ്റഗറി അതായത് OC 40% ആണ്. കഴിഞ്ഞ തവണ വരെ 50% അപ്പോഴാണ് EWS വന്നത്. അതിൽ നിന്നും 10% EWSന് കൊടുത്തു. 40% ഓപ്പൺ കാറ്റഗറിക്കുള്ളത്. EWSന് 10%. ഈഴവ, ബില്ലവ, തീയ അവർക്ക് 11%. മുസ്ലിങ്ങൾക്ക് 10%. LGS റാങ്ക് ലിസ്റ്റിൽ ഉള്ള കാര്യമാണ് കേട്ടോ. മറ്റ് PSC റാങ്ക് ലിസ്റ്റിൽ അതായത് ഈ റൊട്ടേഷൻ ചാർട്ടിൽ ഉള്ള പെർസെൻറ്റേജ് മറ്റു PSC റൊട്ടേഷൻ ചാർട്ടിൽ നിന്നും വ്യത്യാസമാണ്. LGSന് വ്യത്യാസമാണ്. അപ്പോൾ ആദ്യം തന്നെ ഓപ്പൺ കാറ്റഗറിക്ക് 40%, EWSന് 10%. ഈഴവ, ബില്ലവ, തീയ 11%, മുസ്ലിം 10%, LC ഓർ ആംഗ്ലോ ഇന്ത്യൻ 4%, വിശ്വകർമ്മ 2%, SIUC നാടാർ 2%, ധീവര 2%, ഹിന്ദു നാടാർ 1%, SCCC 2%, OBC അതായത് ഇത്രയും പറഞ്ഞ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികൾ ഉൾപ്പെടാത്തവരെ ആണ് ഇപ്പോൾ പറയണ OBCക്കാരെ. ആ OBC 6%,
SC 8%, ST 2%. പിന്നെ ഡിഫറൻറ്റ് ഏബിൾ കാറ്റഗറിയിൽ 4%. അത് 4ആയിട്ട് തിരിച്ചിരിക്കുന്നത് ലോ വിഷൻ ബ്ലൈൻഡ് 1%, ഹിയറിംഗ് ഡിസബിലിറ്റി 1%, ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി 1%, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി 1%. അങ്ങനെ 4%. ഇങ്ങനെയാണ് റൊട്ടേഷൻ ചാർട്ട് വീതിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞ ലിസ്റ്റിൽ EWS ഉണ്ടായില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓപ്പൺ കാറ്റഗറിക്ക് 10% കൂടി കൂടും, അതായത് 50%. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ നടന്നതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ എറണാകുളം LGS റാങ്ക് ലിസ്റ്റിൽ നിന്നും ഓപ്പൺ കാറ്റഗറി 697 റാങ്ക് വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് 11/7/2025 ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരെയും കൂടി എടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇത് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ റാങ്ക് നമ്പർ കുറച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ ഈ ലാസ്റ്റ് ഡേറ്റിൽ അഡ്വൈസ് നടന്നത് 11/7/25 വെച്ചിട്ടുള്ള നിയമനങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓപ്പൺ കാറ്റഗറി 697 റാങ്ക് വരെ, ഈഴവ 693 റാങ്ക് വരെ, SC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 21 റാങ്ക് വരെ കയറിയിട്ടുണ്ട്, ST സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 28 റാങ്ക് വരെ കയറിയിട്ടുണ്ട്, മുസ്ലിം 789 റാങ്ക് വരെ മെയിൻ ലിസ്റ്റിൽ, LC or AI സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1 റാങ്ക് വരെ കയറിയിട്ടുണ്ട്, OBC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 റാങ്ക് വരെ കയറിയിട്ടുണ്ട്, വിശ്വകർമ്മ 679 റാങ്ക് മെയിൻ ലിസ്റ്റിൽ 679 റാങ്ക് വരെ കയറിയിട്ടുണ്ട്, SIUC നാടാർ അത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 4 റാങ്ക് വരെ കയറിയിട്ടുണ്ട്, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 4 റാങ്ക് വരെ, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 14 റാങ്ക് വരെ കയറിയിട്ടുണ്ട്. പിന്നെ DA കാറ്റഗറിയിൽ 783 റാങ്ക്, ധീവര 783 റാങ്ക് വരെ കയറിയിട്ടുണ്ട്. പിന്നെ DA കാറ്റഗറിയിൽ LV 9 റാങ്ക്, HI 9 റാങ്ക്, LD or CP 9 റാങ്ക്. അങ്ങനെയാണ് ഇത് കാറ്റഗറി കയറിയിരിക്കുന്നത്. അപ്പോൾ ഇത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത്തവണ ഏതൊക്കെ റാങ്ക് വരെ കയറും എന്ന് നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ 697 റാങ്ക് വരെ കയറിയിട്ടുണ്ടെങ്കിൽ ഇത്തവണയും അതുവരെ കയറാൻ അത് കഴിഞ്ഞും കയറാൻ സാധ്യതയുണ്ട്. LGSൻ്റെ റാങ്ക് ലിസ്റ്റ് എപ്പോഴും ഒരു 95% ജോലി എടുത്തിട്ടാണ് തീരാറുള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണയും അങ്ങനെയാണ്. ഇക്കഴിഞ്ഞ LGS റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരു 95% എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും തന്നെ ഒഴിവുകൾ ഇനി വരുന്ന ഈ 3 വർഷത്തിലും പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള, അത് ഏത് കാറ്റഗറി ആയിക്കോട്ടെ, മുന്നിലുള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയിട്ട് അവരിൽ നിന്ന് ഡിലീഷൻ വാങ്ങിക്കാൻ പറ്റിയതാണെങ്കിൽ വാങ്ങിക്കാം. എന്നിട്ട് നമ്മൾക്ക് ആ റാങ്കിലേക്ക് എത്താം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.